Welcome guys. In the second part of pair of linear equation in two variable. Okay, last class we have algebraic method. Last class algebraic method. This class we have graphical method. This graphical method algebraic method a connection a connection clear graphical മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഇന്ന് നമ്മൾ മൂന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യും ആ മൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് വെച്ചിട്ട് അൽജബ്രിക്കലി ചെയ്യും പിന്നെ ഗ്രാഫിക്കലി ചെയ്യും എന്താണ് അത് തമ്മിലുള്ള റിലേഷൻ കിട്ടണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് നമ്മൾ ഒരു റൂട്ടീൻ ക്ലാസ് ആവുമ്പോൾ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇനി ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കുക കാരണം എന്താ നമ്മുടെ വിതിൻ ക്ലാസ് ഈ തേർഡ് ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ എല്ലാം കൂടി മിക്സപ്പ് ആയിട്ട് നിങ്ങൾ അത്ര ശ്രദ്ധിച്ച് കാണില്ല പക്ഷെ ഇത് തമ്മിലൊരു ബന്ധമുണ്ട് എന്താണ് അൽജബ്രിക് മെത്തേഡ് അതിൻ്റെ സൊല്യൂഷൻ കിട്ടുമ്പോൾ എന്താണ് ആ സൊല്യൂഷനും കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അതെങ്ങനെയാണ് ആ ഗ്രാഫിക്കൽ മെത്തേഡിൽ വരുന്നത് എന്താണ് ആക്ച്വലി ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇന്നത്തെ ക്ലാസ്സിലൂടെ അത് മനസ്സിലാക്കാം സോ മൂന്ന് ക്വസ്റ്റ്യൻ ചെയ്യാം ആ ഗ്രാഫിക്കൽ മെത്തേഡ് ഇനി ഒരു പാർട്ട് 3 കൂടി നമ്മൾ എടുക്കും ആ പാർട്ട് 3 എന്താ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ മൂന്ന് പാർട്ടിലൂടെ നമുക്ക് ഈ റിവിഷൻ തേർഡ് ചാപ്റ്ററിൻ്റെ റിവിഷൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം സോ കുറച്ച് റിലേഷൻ ഉണ്ട് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേജ് നമ്പർ 46 എഴുതിയിട്ടുണ്ട് അല്ലേ ആ റിലേഷൻ എന്താ എന്നുള്ളത് നമുക്ക് പഠിക്കാം പക്ഷേ അതിൻ്റെ മുന്നേ എന്താ നമുക്ക് എന്ത് ചെയ്യാം ഞാൻ പറഞ്ഞു മൂന്ന് ക്വസ്റ്റ്യൻ ചെയ്യും വൺ ബൈ വൺ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക അത് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരും അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ എങ്ങനെ വരും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു തരാം സോ ടൈം കൂടുതൽ വേസ്റ്റ് ചെയ്യാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതാൻ പോകുന്നു നിങ്ങളുടെ എക്സസൈസ് 3.2 വരുന്ന ക്വസ്റ്റ്യൻ നമ്പർ 3 ഫസ്റ്റ് പാർട്ടാണ് ഞാൻ എഴുതുന്നത് ഓക്കെ 3x plus 2y is equal to 5 3x plus 2y is equal to 5 2x plus 3y sorry 2x minus 3y and 2x minus 3y is equal to 7 ഇതാണ് പ്രോബ്ലം ഓക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു എലിമിനേഷൻ മെത്തേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഓക്കെ ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വൈൻ്റെ വാല്യൂ എന്താ കിട്ടുന്നതെന്ന് നോക്കാം എക്സിൻ്റെ വൈൻ്റെ വാല്യൂ എന്താ കിട്ടുന്നതെന്ന് നോക്കാം ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഇത് എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് എലിമിനേഷൻ മെത്തേഡിൽ എങ്ങനെ നമ്മൾ എന്ത് ചെയ്യും ഐദർ എക്സ് ഓർ വൈനെ നമ്മൾ ക്യാൻസലായി പോകുന്ന രീതിയിൽ എലിമിനേറ്റ് ചെയ്യണം ക്യാൻസലായി പോകുന്ന രീതിയിൽ വേണം മാറ്റിയെടുക്കാൻ ആ മാറ്റം എന്താണെന്നുള്ളത് നോക്കാം ആ മാറ്റം വരുത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്താണ് എലിമിനേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ മുകളിലത്തെ മൈനസ് താഴത്തെ അല്ലേ ഇപ്പോൾ ഇത് രണ്ടും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല ഇവിടെ 3x ആണ് ഇവിടെ 2x ആണ് മൈനസ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും 1x ദാറ്റ് മീൻസ് എക്സ് കിട്ടും അപ്പോൾ അങ്ങനെ ഒന്നും കിട്ടാൻ പാടില്ല അത് ടോട്ടലി എലിമിനേറ്റ് ആയി പോകണം അപ്പോൾ എന്താ നമ്മുടെ ആവശ്യം ഇവിടെയും സെയിം ഡിജിറ്റ് ആയിരിക്കണം അങ്ങനെ സെയിം ക്വസ്റ്റനിൽ ഇല്ലെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്താ ചെയ്യുക നമ്മൾ ഈ ഹോൾ ഇക്വേഷനിൽ ഒരു ഇക്വേഷൻ തരുമ്പോൾ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്ത് വരുന്ന മാറ്റം തന്നെ ഞാൻ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും വരുത്തുകയാണെങ്കിൽ ആക്ച്വലി നെറ്റ് ഓവറോൾ ഇക്വേഷന് ഒരു മാറ്റം വരുന്നില്ല എന്നുള്ളതാണ് അർത്ഥം മീൻസ് ഇപ്പം ഞാൻ ഈ ഇക്വേഷൻ മൊത്തത്തിൽ ഞാൻ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു ഇപ്പുറത്തും ഞാൻ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതെന്തായി മാറും 9x plus 2y 9x plus 2y അല്ല 3 into 6 2 ചെയ്യണം 9x plus 6y is equal to 15 പറഞ്ഞാലും നമ്മുടെ 3x plus 2y is equal to 5 എന്ന് പറഞ്ഞാലും ഒരേ സാധനമാണ് എപ്പോഴും ഒരേ സാധനമാണ് സോ എപ്പോഴും മനസ്സിൽ വെക്കുക എന്ത് ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തും അപ്പുറത്തും സെയിം മാറ്റമാണ് വരുത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഓവറോൾ നെറ്റ് വാല്യൂക്ക് നമ്മൾ മാറ്റം വരുത്തണില്ല സംഭവം ഒരേപോലെ തന്നെയാണ് എന്താ അതിൻ്റെ രൂപം മാറിയെന്നേ ഉള്ളൂ ഓക്കെ സോ നമ്മൾ എപ്പോഴും സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്ന്
കോമൺ എടുക്കാൻ പറ്റുമോ ഇല്ലയെന്ന്. ഇതിനെ നമുക്ക് ഈ ഫോമിലേക്ക് അങ്ങനെ കൊണ്ടുവരാൻ പറ്റും. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും ഇതിൽ കോമൺ ഉണ്ടോ എന്ന്. ഇതിലിപ്പോൾ ഞാൻ 3 മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കണ്ടുടനെ മനസ്സിലാവുമെങ്കിലും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ശ്രദ്ധിക്കുക ഇതിൽ എന്തെങ്കിലും കോമൺ എടുക്കാനുണ്ടോ. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിൽ നമുക്ക് 3 കോമൺ എടുക്കാണ്ട്, ഇതിലൊരു 3 ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, ഇതിലുണ്ട്. ആ 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 3x + 2y അല്ലേ. ഇതിലും ഒരു 3 ഉണ്ട്, 3 × 5. ഈ 3യും ഈ 3യും ക്യാൻസൽ ആവും. സോ എന്താണ് നമ്മൾ സാധാരണ എന്താ ചെയ്യുക? കോമൺ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന പരിപാടിയില്ല, ഡയറക്റ്റ് എന്താ ആൻസർ എഴുതുക ചെയ്യുക. 3x + 2y = 5. എന്താ കോമൺ 3 എടുത്തിട്ട് കളഞ്ഞു. അത് കളയാന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ 3യും ആ 3യും ക്യാൻസലായി പോയി എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതവിടെ ഇരിക്കട്ടെ. സോ ഇതിൽ മാറ്റം വരുത്തണം. ഓക്കെ, ഇതിൽ മാറ്റം വരുത്തണം. ഇതിനെയും സെയിം ആക്കണം. കാരണം ഞാൻ ഇവിടെ എക്സിനെയാണ് എലിമിനേറ്റ് ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കുക. ഓക്കെ, എനിക്ക് വൈനെ എലിമിനേറ്റ് ചെയ്യാം കേട്ടോ. എക്സിനെയാണ് എലിമിനേറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ എക്സിനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? എക്സിനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ഇത് രണ്ടും എന്താ സെയിം ആയിരിക്കണം. ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്. സെയിം ആക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിൽ ഇവിടെ 3x ആണ്, 3xൻ്റെ ഒപ്പം ഒരു 2 മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഈ ഇക്വേഷനിൽ 2x ആണ്, ഇവിടെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ ഇതെന്തായി? 6x ആയി. പിന്നെ ഇവിടെ മാറ്റം വരും കേട്ടോ, അത് നോക്കണ്ട തൽക്കാലം, കാരണം എക്സിനെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ. ഇവിടെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് എന്തായി? ഇതും 6x ആവും. അപ്പോൾ സെയിം ആയില്ലേ? ആ മാറ്റം നമ്മൾ ഇപ്പുറത്ത് ചെയ്യുമ്പോൾ ഇക്കോട്ടിൻ്റെ അപ്പുറത്തും ചെയ്യണം. അപ്പോൾ ഇത് സെയിം ആയി കഴിഞ്ഞാൽ എന്താ? ഇത് എലിമിനേറ്റ് ആയി പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏത് സാധനം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ ഇത് ഒരേപോലെ ആക്കാൻ പറ്റുമെന്ന് നമ്മൾ ശ്രദ്ധിക്കുക, നോക്കുക. അപ്പോൾ ഇവിടെ എന്താ? ഇവിടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇതെന്താവും? 6 ആവും. ഇവിടെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതെന്താവും? 6 ആവും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എങ്ങനെ ആലോചിക്കണം? ഇത് സിമ്പിളായിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ 3ൻ്റെയും 2ൻ്റെയും LCM എടുക്കുക. 3ൻ്റെയും 2ൻ്റെയും LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്. 3ൻ്റെയും 2ൻ്റെയും LCM എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 3യിൽ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് 6 ആവുക നോക്കുക? 2 മൾട്ടിപ്ലൈ ചെയ്താലാണ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യും? × 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അതുപോലെ നമുക്ക് ഈ 2നെ LCM 6ലേക്ക് എത്തിക്കാൻ ഇവിടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ആവുക? 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സോ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എന്തായി മാറും എന്ന് നോക്കുക. ഈ ഇക്വേഷൻ എന്തായി മാറും? ഈ ഇക്വേഷൻ ആയി മാറും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6x + 4y = 10. ഈ ഇക്വേഷൻ എന്തായി മാറും? 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ 3 മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ എന്താ? ഇത് 6x - 9y = 21 അല്ലേ. ഇനി ഇത് സോൾവ് ചെയ്ത് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 6x ന്ന് 6x മൈനസ് ചെയ്യണം. സോ മൈനസ് ചെയ്യുക പറഞ്ഞാൽ ഇവിടെ മൈനസായി, ഇത് പ്ലസ് ആയി, ഇത് മൈനസായി, ഈ സാധനം ക്യാൻസലായി. ഇപ്പം എന്താ? ആകെ വൈൻ്റെ ടേംസ് മാത്രമേ കിട്ടുള്ളൂ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 9 + 4 13y അല്ലേ. 9 + 4 13y. ഇതെന്തായി? മൈനസിൻ്റെ ആയി. എത്ര വരും? -11. ഒരു മിനിറ്റ്. 3.2 ക്വസ്റ്റ്യൻ നമ്പർ 3ൻ്റെ ഫസ്റ്റ് എന്തെങ്കിലും തെറ്റുണ്ടോ? 2x = 3 വെച്ച് ചെയ്താൽ എന്താ? ഇത് 6x ആയി. ഇതെന്തായി? -9y ആയി. ഇത് 21 ആയി. മുകളിൽ 2 6x 4y 10. ഇപ്പം ഇത് ക്യാൻസലായി പോയി. ഇതെന്തായി? 9y ആയി. അപ്പോൾ വൈൻ്റെ വാല്യൂ എന്ത് കിട്ടും ഇവിടുന്ന്? -11/13. ഈ ആൻസറാണ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരാൻ പറ്റില്ല? സോൾവ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കുക. ഇത് എന്തായാലും മനസ്സിലായല്ലോ, എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും വിചാരിക്കാം. നമുക്ക് വേറൊരു പ്രോബ്ലം എടുത്ത് ചെയ്ത് നോക്കാം.
എക്സിനും വൈനും ആൻസർ കിട്ടുന്ന രീതിയിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ എക്സസൈസ് നമ്പർ 3.3. ഒരു കാര്യം ചെയ്യാം, ഇതിപ്പോൾ മനസ്സിലായോ എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ലാസ്റ്റ് ക്ലാസ്സിൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല, മീൻസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതായി കണ്ടാൽ മതി. നമ്മൾ വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണിത്. കാരണം എന്താ, ഇത് നമുക്ക് ഫ്രാക്ഷനിലെ ആൻസർ കിട്ടുക. അപ്പോൾ ഈ സാധനം ഞാൻ നിങ്ങൾക്ക് ഗ്രാഫിക്കലി റിപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഈ എക്സാമ്പിളായിട്ട് എടുക്കാൻ. ഓക്കെ, ഫ്രാക്ഷനിലായതുകൊണ്ട് വേറൊരു എക്സാമ്പിൾ എടുക്കാം. എക്സ് പ്ലസ് വൈ ഇസ് ഇക്വൽ ടു എന്ത് വരുന്നു? 14. വേറെ ക്വസ്റ്റ്യൻ, എക്സ് മൈനസ് വൈ ഇസ് ഇക്വൽ ടു എന്ത് വരുന്നു? 4. ഇത് സോൾവ് ചെയ്യാം. ഇത് നോക്കുക, നമുക്ക് ഇത് എലിമിനേറ്റ് ആക്കാൻ പറ്റും. ഇവിടെ നമുക്ക് സിമ്പിളി വൈ എലിമിനേറ്റ് ആകും. ഒന്ന് പ്ലസ് ആണ്, ഒന്ന് വൈ ആണ്, അല്ലേ? നമ്മുടെ കൊഫിഷ്യൻസും സെയിം ആണ്. അപ്പോൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? ഇത് ക്യാൻസലായി. എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? സോറി, ഇതെന്തായി? 2x ആയി. ഇതെന്താ നമ്മൾ ചെയ്ത പ്ലസ് ആണ് ചെയ്തത്, അല്ലേ? 14 + 4 എത്ര കിട്ടി? 18. എക്സിൻ്റെ വാല്യൂ എന്ത് വന്നു? 9. എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 9 കിട്ടി. ഇനി വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇതിലത്തെ ഏതിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 4 ആണ്. എക്സിൻ്റെ സ്ഥാനത്ത് 9 ആയി കഴിഞ്ഞാൽ വൈൻ്റെ വാല്യൂ എന്ത് കിട്ടും? ഈ 4നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇതെന്തായി? 9 - 4. വൈനെ അങ്ങോട്ട് കൊണ്ടുപോയി ഈക്വൽ ടു മൈനസ് വൈ അങ്ങോട്ട് പോയാൽ പ്ലസ് വൈ ആയി. 9 - 4 5. വൈൻ്റെ വാല്യൂ എന്ത് കിട്ടി? 5. 9ൻ്റെ വാല്യൂ എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. ഇതൊന്ന് നമുക്ക് എന്ത് കാര്യം മനസ്സിലായി? എക്സിനും വൈക്കും ഒരു വാല്യൂ ഉണ്ട്. എക്സിൻ്റെ വാല്യൂ 9 കിട്ടി, വൈൻ്റെ വാല്യൂ 5 കിട്ടി. എക്സിൻ്റെ വാല്യൂ 9 കിട്ടി, വൈൻ്റെ വാല്യൂ 5 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതേ സാധനം ഗ്രാഫിക്കലി റിപ്രസെൻറ്റ് ചെയ്തിട്ട് അതെന്താന്നുള്ളത് കണ്ടുപിടിക്കുക കേട്ടോ. ഗ്രാഫിക്കലി നമ്മൾ സോൾവ് ചെയ്യുന്നു. ഗ്രാഫിക്കലി സോൾവ് ചെയ്യാൻ എക്സ് പ്ലസ് വൈ ഇസ് ഇക്വൽ ടു 14 അല്ലേ? ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എക്സിനും വൈനും ഓരോ വാല്യൂ കൊടുക്കുക, മറ്റേ വാല്യൂ നമ്മളായിട്ട് കണ്ടുപിടിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും എക്സിന് എന്ത് ചെയ്യണം? 3 വാല്യൂസ് കണ്ടുപിടിക്കണം. ഓൾറെഡി പറഞ്ഞു തന്നിട്ടുള്ള കാര്യമായിരിക്കും. എക്സിനും നമ്മളെന്താ ഇങ്ങനത്തെ എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്സ്, ഇതിനെ കോർഡിനേറ്റ്സ് എന്ന് പറയുക. അങ്ങനത്തെ 3 എണ്ണം കണ്ടുപിടിക്കണം. കാരണം എന്താ, നമുക്ക് 2 പോയിന്റ് എവിടെ കിട്ടിയ കഴിഞ്ഞാൽ ഒരു ഗ്രാഫ് ഉണ്ട്, അതിൽ നമുക്ക് 2 പോയിന്റ് കിട്ടി. നമ്മൾ മാർക്ക് ചെയ്ത് ഒരു പോയിന്റ് ഇതാണ്, ഒരു പോയിന്റ് ഇതാണ്. ഇത് ആക്ച്വലി എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഫോം ചെയ്യുക. ഓക്കെ, ആ 2 പോയിന്റ് എവിടെയാണെങ്കിലും നമുക്ക് സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. പക്ഷെ 3ാമത്തെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെയോ തെറ്റ് വരുത്തിയിട്ടുണ്ട്. കാരണം എന്താ, അത് ആ ലൈനിൽ ലൈ ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? എപ്പോഴും 3 പോയിന്റെങ്കിലും കണ്ടുപിടിക്കണം മിനിമം. ഓക്കെ, സോ എക്സ് പ്ലസ് വൈ ഇസ് ഇക്വൽ ടു 14. നമ്മൾ ഓരോന്ന് ചെയ്ത് നോക്കാം. എക്സിൻ്റെ വാല്യൂ എന്തെങ്കിലും വെക്കുക, വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ എന്തായിരിക്കും? 10 ആയിരിക്കും, അല്ലേ? എക്സിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ എന്ത് പ്ലസ് ചെയ്താലാണ് 14 ആയിട്ടുണ്ടാവുക? 10. ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്ത് നോക്കുക? എക്സിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ എന്താവും? ചെയ്ത് നോക്കുക. വൈ ഇവിടെ നിർത്തിക്കൊണ്ട് 4 അങ്ങോട്ട് പോയി 14 - 4 ദാറ്റ് ഇസ് 10. അത് നിങ്ങളായിട്ട് ചെയ്യുക. ഓക്കെ, എക്സിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ എന്തായി? 9 ആയി. എക്സിൻ്റെ വാല്യൂ 6 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ എന്തായി? 8 ആയി. കാരണം എന്താ? 10 + 4 14, 9 + 5 14, 8 + 6 14. ഇനി ഇതേപോലെ വേറെ ഒന്നുണ്ട്. എന്താ? എക്സ് മൈനസ് വൈ. വേറെ ഒരു ഇക്വേഷനും സോൾവ് ചെയ്യണം. എക്സ് മൈനസ് വൈ ഇസ് ഇക്വൽ ടു 4. എക്സും വൈ, ഇതൊന്നും എക്സിൻ്റെ വൈൻ്റെ വാല്യൂ എടുക്കുക. എക്സ് മൈനസ് വൈ ഇസ് ഇക്വൽ ടു 4. എക്സിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ എന്താവും? 3 വേണ്ട. എക്സിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ എന്ത് കിട്ടും? 1 അല്ലേ? അപ്പോഴല്ലേ 5 - 1 4 വരിക. എക്സിൻ്റെ വാല്യൂ 6 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ 2 വരണം. എക്സിൻ്റെ വാല്യൂ 7 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ 3 വരണം. അങ്ങനെ നിങ്ങൾക്ക്
രണ്ടൊന്നും നമ്മൾ എന്താ 3 പോയിന്റ് ഉണ്ടാക്കി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ എന്ത് വരയ്ക്കണം? ഗ്രാഫ് വരയ്ക്കണം. ഗ്രാഫിൽ നോക്കുക, എക്സിൻ്റെ മാക്സിമം വാല്യൂ എത്ര പോകുന്നുണ്ട്? എക്സിൻ്റെ മാക്സിമം വാല്യൂ 7 വരെ പോകുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, എക്സ് 7 എന്തായാലും ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ അത് നോക്കിയിട്ട് എക്സിൻ്റെ പോസിറ്റീവ് 7 ആണ്. അപ്പോൾ 7 എണ്ണം എന്തായാലും ഉണ്ടായിരിക്കണം. 8, 9 എത്ര ആയാലും കുഴപ്പമില്ല, 7 എണ്ണം മിനിമം വേണം. അതുപോലെ വൈൻ്റെ മാക്സിമം വാല്യൂ എത്ര പോകുന്നുണ്ട്? 10 വരെ പോകുന്നുണ്ട്. സോ വൈ 10 ഉണ്ടായിരിക്കണം. സോ നമ്മൾ അതിനനുസരിച്ചിട്ട് വരയ്ക്കുക. ഓക്കെ, എക്സിൻ്റെ വാല്യൂ 1, 2, 3, 4, 5, 6, 7, 8 മതി ഇപ്പോൾ നമുക്ക് തൽക്കാലം. അതുപോലെ വാല്യൂ നമ്മൾ മാർക്ക് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9. പിന്നെ 10 ഇവിടെ എവിടെയെങ്കിലും വരും കേട്ടോ. 10 ഉണ്ട്, അത് ഇവിടെ എവിടെയെങ്കിലും വരിക. ഇനി നോക്കുക, നമ്മൾ ഇതിനെ പ്ലോട്ട് ചെയ്യുക പറഞ്ഞത് ഓരോന്നിനും നോക്കിയിട്ട് പ്ലോട്ട് ചെയ്യുക. x4 ആണെങ്കിൽ y 10. നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? എപ്പോഴും നമ്മൾ ഇത് 0 നമ്മളെപ്പോഴും എന്താ ആദ്യം എക്സ് ആണ് മൂവ് ചെയ്യുക. x4 ആണെങ്കിൽ y-ൻ്റെ വാല്യൂ 10 ആണ്. x4 ആണെങ്കിൽ y-ൻ്റെ വാല്യൂ 10 ആണ്. സോ x4 ഇവിടെ, y 10 ഇവിടെ. 4 എത്തി, ഇനി 10 മൂവ് ചെയ്യണം. 10 മൂവ് ചെയ്യുക പറഞ്ഞാൽ നമുക്ക് എവിടെ കിട്ടണേ? ഇവിടെ കിട്ടണം കേട്ടോ. ആ പോയിന്റ് എവിടെ വരണേ? ഇവിടെയാണ് വരുന്നത്. പോയിന്റ് മാത്രം ഇട്ടപ്പോൾ പോയിന്റ് ഇട്ടിട്ട് അവിടെ ഒരു റൗണ്ട് വരയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിക്കും. അടുത്തത് എന്താ? 5 ആവുമ്പോൾ 9 ആണ്. 5 ആവുമ്പോൾ 9 ആണ്. അപ്പോൾ ഏകദേശം ഇവിടെ എവിടെയെങ്കിലും വരും. ഓക്കെ, അടുത്തത് എന്താ? 6 ആവുമ്പോൾ 8 ആണ്. 6 ആവുമ്പോൾ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8ൻ്റെ നേർക്ക് ഇവിടെ, 6ൻ്റെ മുകളിലും. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും വരും. അപ്പം നോക്കുക, ആ 3 പോയിന്റും എന്താ? ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ഉണ്ടാവുക ഇപ്പോഴും. ഈ ലൈൻ വരച്ച ഉടനെ അത് എഴുതി വയ്ക്കുക. ഇതിൻ്റെ എന്ത് ഇക്വേഷൻ ആയിരുന്നു? x + y = 14 ആയിരുന്നു ഈ ഇക്വേഷൻ. ആ ലൈൻ വരച്ചു. ഇനി അടുത്തത് എന്താ നോക്കുക. അടുത്തത് ഈ ഇക്വേഷൻ വരയ്ക്കുക. x 5 ആണെങ്കിൽ y 1, x 5 ആണെങ്കിൽ y 1, x 6 ആണെങ്കിൽ y 2, 6 ആണെങ്കിൽ y എന്തായിരിക്കും? 2. x 7 ആണെങ്കിൽ y 3, x 7 ആണെങ്കിൽ y 3. ഓക്കെ, അങ്ങനെ 3 പോയിന്റ് കിട്ടി. ഇതും എന്താ ചെയ്യുക? നമ്മൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പം തന്നെ നമ്മൾ എഴുതി വയ്ക്കുക. ഇതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? x - y = 4. ഓക്കെ, സോ നമുക്കിവിടെ ഒരു പോയിന്റ് കിട്ടി. ഈ 2 പോയിന്റും ഈ 2 ലൈനും കൂട്ടിമുട്ടുന്നത് എവിടെയാ? ഒരു പോയിന്റുമ്പിലാണ്. ചിലപ്പോൾ നമ്മളോട് ചോദ്യം ചോദിക്കും, 2 ഇക്വേഷൻ തരും, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ഗ്രാഫിക്കലി കണ്ടുപിടിക്കാൻ വരും. ഗ്രാഫിക്കലി എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 2 ഇക്വേഷനിൽ നിന്നും ഇങ്ങനെ വാല്യൂസ് കണ്ടുപിടിക്കുക, എന്നിട്ട് ഗ്രാഫ് വരയ്ക്കുക. ഈ ഗ്രാഫ് വരച്ചു കഴിഞ്ഞിട്ട് എന്താ? ഗ്രാഫ് ഈ 2 ലൈനും മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യുക? എക്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അതുപോലെ എവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക? വൈയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ഈ കൂട്ടിമുട്ടുന്ന പോയിന്റ് എത്ര വരുന്നത് നോക്കുക. എക്സ് എന്താ വരുന്നത്? എക്സ് എത്രയിലാണ് കിടക്കുന്നത്? 9-ൽ അല്ലേ? എക്സ് എത്രയിലാണ് കിടക്കുന്നത്? 9-ലാണ് കിടക്കുന്നത്. വൈ എത്രയിലാണ് കിടക്കുന്നത്? 5-ൽ. ഓക്കെ, സോ എക്സിൻ്റെ വാല്യൂ എന്തായി? 9, വൈൻ്റെ വാല്യൂ എന്തായി? 5. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് തന്നെയല്ലേ നമ്മൾ എലിമിനേഷൻ മെത്തേഡ് വെച്ച് ചെയ്തപ്പോഴും കിട്ടിയത്? എക്സിൻ്റെ വാല്യൂ 9, വൈൻ്റെ വാല്യൂ 5 അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയേണ്ടത്? ഗ്രാഫിക്കലി മെത്തേഡ്. ഇങ്ങനെയാണ് എന്താ ഗ്രാഫിക്കലി നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ,
ഇനി ഇതൊരു കാര്യമായി. അപ്പം നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? ഇതൊന്നൊരു നമുക്ക് ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ രണ്ട് കാര്യം മനസ്സിലാവും. ഈ വാല്യൂസ് കണ്ടുപിടിച്ചത് ഞാൻ മായ്ക്കാൻ പോവാണ്. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്യുക. ഇത് ABC അല്ലേ? A1 എന്താ? 1 ആണ്. B1 എന്താ? ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആവുകൊണ്ടാണ് 1 കൊടുത്തത്, അതും 1 തന്നെയാണ്. C1 എന്താ? C1 നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചിരുന്നത്? ഈ 14 എപ്പോഴും ഇക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടാണ് കണ്ടുപിടിച്ചിരുന്നത്. അപ്പോൾ -14 എഴുതുക. -14 ഇനി +14 ആയാലും കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? x - y = 4 അല്ലേ? ഇതിൻ്റെ A1 B1 C1 കൂടി എഴുതുക. A2 എന്താ? അത് A2 പറഞ്ഞാൽ ഇതിൻ്റെ കോഫിഷ്യൻ്റ് എന്താ? 1. B2 എന്താ? 1 ആണോ? അല്ല, -1 ആണ്. C2 എന്താ? അഗെയിൻ 4ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ -4 ആവും. അപ്പോൾ C2 എന്താ? -4. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ 46 പേജിൽ ഒരു റിലേഷൻ എഴുതി തന്നിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷൻ്റെയും ചെക്ക് ചെയ്യുക. A1 / A2 എന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. A1 / A2 പറഞ്ഞാൽ എത്ര? 1 / 1. അതെന്ന് പറഞ്ഞാൽ 1 ആണ്. A1 അടുത്ത് നോക്കുക. B1 / B2. B1 / B2 എത്ര? B1 എന്താ? 1. B2 എന്താ? -1. അപ്പോൾ B1ഉം B2ഉം ചെയ്ത് കഴിഞ്ഞാൽ എന്താ? -1. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണോ? ഈക്വൽ അല്ല. ഇത് രണ്ടും എന്താ? ഈക്വൽ അല്ല. അപ്പം നമുക്ക് എന്താ എഴുതാം? A1 / A2 നോട്ട് ഈക്വൽ ടു B1 / B2. ഓക്കെ, മനസ്സിലായോ? A1 / A2 നോട്ട് ഈക്വൽ ടു B1 / B2. ഇത് എന്തിനാ ഇത് രണ്ട് A1 / A2 B1 / B2 ഈക്വൽ അല്ലെങ്കിൽ പിന്നെ C1 / C2 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അത് ഈക്വൽ ആണെങ്കിലേ C1 / C2 കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് ഈക്വൽ അല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇനി C1 C2 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മനസ്സിലായി ഇത് ഈക്വൽ അല്ല. ഇനി ആ പേജ് നമ്പർ 46 നോക്കുക. നമുക്ക് കുറച്ച് റിലേഷൻ തന്നിട്ടുണ്ട്. എന്താ? A1 / A2 നോട്ട് ഈക്വൽ ടു B1 / B2 ആണെങ്കിൽ, മീൻസ് ഇത് രണ്ടും ഈക്വൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷൻ വെച്ചിട്ട്, ഈ ഇക്വേഷൻ്റെ A1 / A2 B1 / B2 അല്ല കണ്ടത് നമ്മൾ. ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആ ഗ്രാഫ് എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്? ഇൻ്റർസെക്റ്റിംഗ് ആയിരിക്കും. ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആയിരിക്കും. ആ ഗ്രാഫിൽ രണ്ട് ലൈൻസ് ഉണ്ടായിരിക്കും. ഒബ്വിയസ്ലി രണ്ട് ഇക്വേഷനാണ്, അപ്പോൾ രണ്ട് ലൈൻ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ലൈൻ ഇൻ്റർസെക്റ്റിംഗ് ആയിരിക്കും. ചെക്ക് ചെയ്ത് നോക്കുക. ഈ രണ്ട് ലൈൻ എന്താ? ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻ്റർസെക്റ്റ് ചെയ്യുക പറഞ്ഞാൽ എന്താ? ക്രോസ് ചെയ്യുക. എവിടെയെങ്കിലും പോയി കൂട്ടിമുട്ടുന്നുണ്ട് അല്ലേ? ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അതിനാണ് ഇൻ്റർസെക്റ്റിംഗ് പറയുക. ഇത് ക്രോസ് ചെയ്ത് പോകണില്ലേ? ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഇത് എന്തായി? ഇത് എന്തുകൊണ്ടായി? ഇത് A1 / A2 നോട്ട് ഈക്വൽ ടു B1 / B2. ഇത് രണ്ടും ഈക്വൽ അല്ലാത്തതുകൊണ്ടാണ് ഇത് എന്താ? ഇത് ഇൻ്റർസെക്റ്റിംഗ് ലൈൻ ആയത്. അപ്പോൾ ഇത് എല്ലാ കാര്യവും ഒപ്പം പറഞ്ഞുതരാൻ നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. രണ്ട് ഇക്വേഷൻ തന്നു. രണ്ട് ഇക്വേഷനും എക്സിൻ്റെയും വൈൻ്റെയും മൂന്ന് വാല്യൂ എടുത്തു. ആ 3 വാല്യൂ എടുത്തുകൊണ്ട് എന്ത് ചെയ്തു? രണ്ട് ഇക്വേഷനും വെച്ചിട്ട് രണ്ട് ലൈൻ നമ്മൾ വരച്ചു. ആ രണ്ട് ലൈൻ എവിടെയാണ് കൂട്ടിമുട്ടുന്നത്? അവിടുന്ന് എക്സിലേക്കും വൈയിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കിട്ടി. ഇനി ആ ഗ്രാഫ് വരച്ച കാര്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാവാൻ, മീൻസ് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കിട്ടുമോ ഇല്ലേ എന്ന് മനസ്സിലാവാൻ നമ്മൾ ആദ്യം എന്ത് ചെക്ക് ചെയ്യണം? A1 / A2 B1 / B2 C1 / C2 നോക്കുക. അതിൽ A1 / A2 നോട്ട് ഈക്വൽ ടു B1 / B2 ആണ്. ഇത് നോട്ട് ഈക്വൽ ടു ആണ്. ഇവിടെ എന്താ? 1 ആണ്. ഇവിടെ എന്താ? -1. അപ്പോൾ നോട്ട് ഈക്വൽ ടു ആണ്. ഈക്വൽ അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇൻ്റർസെക്റ്റിംഗ് ലൈൻ കിട്ടിയത്. വേറെയും രണ്ട് കേസും കൂടി ഉണ്ട്. ആ കേസ് നമുക്ക് നോക്കാം. ഇതെന്തായി? നോട്ട് ഇൻ്റർസെക്റ്റിംഗ് ആണ്. നോട്ട് ഇൻ്റർസെക്റ്റിംഗ് വരാൻ കാരണം എന്താണ്? ഇൻ്റർസെക്റ്റിംഗ് ലൈൻ ആണ്. ഇൻ്റർസെക്റ്റിംഗ് ലൈൻ വരാൻ കാരണം എന്താണ്? ഇത് ഈക്വൽ അല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക. ഈക്വൽ അല്ലെങ്കിൽ എന്തായിരിക്കും? ഇതൊരു ഇൻ്റർസെക്റ്റിംഗ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന് വേറൊരു കാര്യം മനസ്സിലാക്കാണ്ട്, എക്സിനും വൈനും ഒരു വാല്യൂ ഉള്ളൂ. എക്സാക്ട്ലി 1 സൊല്യൂഷൻ എന്ന് പറയും. ഇതെന്താണ്? ഇതിൻ്റെ എക്സാക്ട്ലി A1 / A2 നോട്ട് ഈക്വൽ ടു B1 / B2 ആയി കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? എക്സാക്ട്ലി 1 സൊല്യൂഷൻ.
ഇത് ഒരു പോയിന്റിലെ മീറ്റ് ചെയ്യുന്നുള്ളൂ, കറക്റ്റ് ഒരു പോയിന്റ്. പിന്നെ ഈ ലൈന് ഇവിടുന്ന് എവിടുന്നെങ്കിലും തുടങ്ങുകയാണ്, ഇത് ഇങ്ങനെ ഇതിന്റെ പാട് നോക്കി പോയി, ഈ ലൈൻ ഇവിടുന്ന് ഇതിന്റെ പാട് നോക്കി പോയി, ഇത് പിന്നെ ഒരിക്കലും കൂട്ടിമുട്ടില്ല. അപ്പൊ ഇതെന്തായി, എപ്പോഴും സോൾയൂഷൻ നിങ്ങൾ പോളിനോമിയൽസ് ഇതിൽ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. ഒരു എക്സ് ആക്സിസിനെ എത്ര വട്ടം ക്രോസ് ചെയ്ത് പോകുന്നുണ്ടോ അത്രയും സൊല്യൂഷൻ അതിനുണ്ട്. ഇതിൽ എത്ര വട്ടം ക്രോസ് ചെയ്ത് പോകുന്നുള്ളൂ? ഒരു വട്ടേ ക്രോസ് ചെയ്ത് പോകുന്നുള്ളൂ. ദാറ്റ് മീൻസ് ഇതിന് എക്സാക്ട്ലി വൺ സൊല്യൂഷനേ ഉള്ളൂ. എക്സാക്ട്ലി വൺ സൊല്യൂഷൻ അല്ലേ ഉള്ളൂ. എക്സിന് ഒരേ ഒരു വാല്യൂ ഉള്ളൂ 9, വൈന് ഒരേ ഒരു വാല്യൂ ഉള്ളൂ 5, വേറെ വാല്യൂസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിന് എന്ത് പറയും? എക്സാക്ട്ലി വൺ സൊല്യൂഷൻ. എന്താ നമ്മൾ ഇതിനെ വിളിക്കുക? എക്സാക്ട്ലി വൺ സൊല്യൂഷൻ. അപ്പോൾ 2-3 കാര്യമായി. ഒന്ന്, a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇന്റർസെക്റ്റിംഗ് ലൈൻ ആയിരിക്കും. മറ്റേ കാര്യം എന്താണ്? എക്സാക്ട്ലി വൺ സൊല്യൂഷൻ ആയിരിക്കും. കാരണം എന്താ? ഒരു പ്രാവശ്യം കൂട്ടിമുട്ടുന്നുള്ളൂ, അതുകൊണ്ട് എക്സാക്ട്ലി വൺ സൊല്യൂഷൻ. വേറൊരു കാര്യമുണ്ട്, ഇതിന് എന്ത് സൊല്യൂഷൻ ആണ് പറയുക? എന്ത് ഇക്വേഷൻ ആണെന്ന് പറയുക? കൺസിസ്റ്റന്റ് പെയർ ഓഫ് ഇക്വേഷൻ എന്ന് പറയുക കേട്ടോ. കൺസിസ്റ്റന്റ്, ഇതിനൊരു കൺസിസ്റ്റൻസി ഉണ്ട്. ഇതേപോലെ പോവുക. കൺസിസ്റ്റന്റ് ഇക്വേഷൻ എന്ന് പറയുക കേട്ടോ. കൺസിസ്റ്റന്റ് ഇക്വേഷൻസ്, കൺസിസ്റ്റന്റ് ഇക്വേഷൻ എന്ന് പറയുക. കൺസിസ്റ്റന്റും അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് ഡിപ്പെൻഡന്റ്. മോർ ഓവർ കേസസിൽ കൺസിസ്റ്റന്റ് എന്നുള്ള ബാക്കി നിങ്ങൾ കാണുന്നുണ്ടാവുള്ളൂ. സോ അത് മനസ്സിലാക്കുക. സോ ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലായി? 2 ഇക്വേഷൻ കിട്ടുന്നു, നമ്മൾ അതിനെ സോൾവ് ചെയ്യണു. സോൾവ് എന്താ ചെയ്യേണ്ടത്? ആദ്യം a1/a2 b1/b2 c1/c2 നോക്കുക. അപ്പോൾ എന്ത് കിട്ടി? a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 ആയി. ഓക്കെ, ഞാൻ പിന്നീട് ഇത് ചെയ്തത് എന്താ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് എന്താ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ല എന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കിട്ടും. നമ്മൾ സോൾവ് ചെയ്യാൻ തുടങ്ങി. എക്സിൻ്റെ വൈ ഈ 2 ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എക്സിൻ്റെ വൈൻ്റെയും 3 സെറ്റ് വാല്യൂസ് ഉണ്ടാക്കി ലൈൻ വരച്ചു. ആ ലൈൻ കൂട്ടിമുട്ടുന്ന സ്ഥലം എന്താണ്? എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കിട്ടി. ഇതാണ് എന്താ എപ്പോഴാണ് ഉണ്ടാവുക? a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 ആകുമ്പോഴാണ് അത് സംഭവിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ഇക്വേഷൻ എടുക്കുന്നു നമ്മൾ. 2x + 3y - 9. 2x + 3y - 9 = 0. അതിൻ്റെ അടുത്ത ഇക്വേഷൻ എന്താ? 4x + 6y + 6y - 18 = 0. ഇതാണ് പ്രോബ്ലം. നിങ്ങൾക്കിത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. എന്താണത്? ഇത് നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ എന്താ? സെയിം ആക്കണം അല്ലേ? എന്താക്കണം? എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ, അൽജബ്രിക്കലി എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ എക്സിൻ്റെ കോഫിഷ്യൻ സെയിം ആക്കണം. എക്സിൻ്റെ കോഫിഷ്യൻ സെയിം ആക്കി കഴിഞ്ഞാൽ ഇത് എന്താക്കും? ഇതിൽ എന്ത് ചെയ്താൽ മതി? × 2 ചെയ്താൽ മതി. അപ്പോൾ ഇതെന്തായി? 4 ആയി അല്ലേ? 4 തന്നെ നമുക്ക് വേണ്ട. അല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട്. എന്ത് ചെയ്താൽ മതി? ഇതിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഈ ഇക്വേഷൻ്റെ മൊത്തത്തിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായി? 2x ആയി. ഇവിടെയും 2x ആണ്. അപ്പോൾ 2x നമുക്ക് ക്യാൻസൽ ആക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ അപ്പോൾ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഇക്വേഷൻ എന്തായി മാറും എന്നൊന്ന് നോക്കുക. ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എന്തായി മാറും? ഡിവൈഡഡ് ബൈ 2 ചെയ്തു ഇതിനെ 2x, ഇതെന്തായി? 6x ഉള്ളത് 3y ആയി. -9 ഉള്ളത് എന്താവും? -18 ഉള്ളത് എന്തായി? -9. ഓക്കെ, ഈ -9 = 2ൻ്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ +ൻ്റെ 9 ആയി. = 9 വന്നു വിചാരിക്കുക. പക്ഷെ നമ്മുടെ ഈ ഇക്വേഷനും ഇത് തന്നെയല്ലേ? ഫസ്റ്റ് ഇക്വേഷനും ഇത് തന്നെയല്ലേ? 2x + 3y -9 അങ്ങോട്ട് കൊണ്ടുപോയി +9. ഇത് രണ്ടും നമ്മൾ മൈനസ് ചെയ്യാണ്. സോൾവ് ചെയ്യണേ, ഇത് എലിമിനേറ്റ് ആവണമെങ്കിൽ മൈനസ് ചെയ്യണ്ടേ? മൈനസ് ചെയ്യുക പറഞ്ഞാൽ ഇത് മൈനസ് ആവും, ഇത് മൈനസ് ആവും, ഇതെല്ലാം മൈനസ് ചെയ്യും. ഇത് മൈനസായി, ഇത് മൈനസായി, ഇത് മൈനസായി. അപ്പോൾ ഇതെന്താ? ഇതിന് നമുക്ക് മനസ്സിലായി നോ സൊല്യൂഷൻ. ഇതിന് നമുക്ക് എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ, ഇനി ഇത് ഗ്രാഫിക്കലി വരയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് നോക്കുക. ഗ്രാഫിക്കലി വരയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക ഇങ്ങനത്തെ കേസാവുമ്പോൾ?
അത് ജസ്റ്റ് പറഞ്ഞുതരാം. പക്ഷേ അതിൻ്റെ മുന്നേ നിങ്ങൾ എന്ത് ചെക്ക് ചെയ്യണം? A1/A2, B1/B2, C1/C2. A1/A2 ആദ്യം എഴുതുക. ഇതിൽ A1 എന്താ? 2 ആണ്. B1 എന്താ? 3 ആണ്. C1 എന്താ? -9 ആണ്. ഇതിൽ നോക്കുക, A1 എന്താണ്? 4 ആണ്. B1 എന്താണ്? 6 ആണ്. C1 എന്താണ്? -18 ആണ്. ചെക്ക് ചെയ്യാം. A1/A2 എത്ര? 2/4. ഇത് ക്യാൻസലായി 1/2. അപ്പോൾ 1/2 വന്നു. ഇത് 2 ആണല്ലോ, ഞാൻ താഴെ 1 എഴുതി. B1/B2 എന്താണ്? 3/6. ദാറ്റ് മീൻസ് 1/2. C1/C2 എന്താണ്? -9/-18. മൈനസ് ക്യാൻസൽ, ഇത് ക്യാൻസലായി 1/2. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കാര്യം മനസ്സിലായി? എല്ലാം സെയിം ആണ്. ദാറ്റ് മീൻസ് A1/A2 ഈക്വൽ ടു B1/B2 ആണ്, ഈക്വൽ ടു C1/C2 ആണ്. ഓക്കെ, ഇതിന് മൂന്നും ഈക്വൽ ആണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരച്ച എന്തായിരിക്കും? ഈ 3 സാധനവും ഈക്വൽ ആണെങ്കിൽ, നമുക്കിതിൽ തന്നിട്ടുണ്ട് 3 സാധനവും ഈക്വൽ ആണെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? കോയിൻസിഡൻറ്റ് ലൈൻ. എന്തുകൊണ്ടാണ് കോയിൻസിഡൻറ്റ് ലൈൻ എന്ന് വിളിക്കുന്നത് നമുക്ക് ഞാൻ പറഞ്ഞുതരാം. പിന്നെന്താ? ഇൻഫൈനൈറ്റ് മെനി സൊല്യൂഷൻ. അത് എന്തുകൊണ്ടാണ് കിട്ടണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും കാര്യം മനസ്സിലാക്കുക. ഇത് 3ഉം സെയിം ആണെങ്കിൽ എന്തൊക്കെ വരും? കോയിൻസിഡൻറ്റ് ലൈൻ ആയിരിക്കും. കോയിൻസിഡൻറ്റ് ലൈൻ ആയിരിക്കും. ഇൻഫൈനൈറ്റ് സൊല്യൂഷൻസ് ആയിരിക്കും. ഇൻഫൈനൈറ്റ് സൊല്യൂഷൻസ് ആയിരിക്കും. എന്തുകൊണ്ടാണ് അത്? പിന്നെ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു തന്നായിരുന്നു കൺസിസ്റ്റൻറ്റ് പെയർ ഓഫ് ഇക്വേഷൻ എന്ന് പറയും നമ്മൾ A1/A2 നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ. ഈ കേസിൽ ഇതിനെന്താ പറയുക? കോയിൻസിഡൻറ്റ് ലൈൻ ആണെങ്കിൽ ഇതിനെ എന്താ നമ്മൾ പറയുക? കൺസിസ്റ്റൻറ്റ് തന്നെ ആണ് വിളിക്കുക. നേരത്തെ കേസിൽ അതിനെ നമ്മൾ കൺസിസ്റ്റൻറ്റ് വിളിച്ചിരുന്നു. ഈ കേസും എന്താണ്? ഇതും എന്താണ്? കൺസിസ്റ്റൻ്റ് ആണ്. അല്ലെങ്കിൽ വേറൊരു പേരുണ്ട്, എന്താ? ഡിപ്പെൻഡൻറ്റ് എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ്? ഇതിന് രണ്ടിനും സൊല്യൂഷൻ ഉണ്ട്. മറ്റേതിൽ എന്താ? എക്സാക്ട്ലി 1 സൊല്യൂഷൻ ആണ്. ഇതിനെന്താണ്? ഇൻഫൈനൈറ്റ് മെനി സൊല്യൂഷൻസ് ആണ്. നമുക്ക് സൊല്യൂഷൻ വേണം, അത് ഒന്നായാലും കൂടുതലായ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എന്താണ്? കൺസിസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലാക്കുക. ഇനി ഞാൻ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും എന്ന് കാണിച്ചു തരാം. നോക്കുക, ഈ 2 വാല്യൂസ് വെച്ചിട്ട് ഈ 2 ഇക്വേഷൻ എന്തായി? ഇതും സെയിം അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് കോമൺ എടുത്ത് പോവുകയാണെങ്കിൽ കോമൺ എടുത്ത് കളയുക. അപ്പോൾ ഇത് ഓൾറെഡി എന്താണ്? 2x + 3y = 9 ആണ്. ഇതെന്താണ്? ഇത് നമുക്ക് കോമൺ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇതും എന്തായി മാറും? ഇതായി മാറും. ഓക്കെ, സോ ഇതിന്ന് രണ്ടിന്നും നമ്മൾ എക്സിൻ്റെ വൈൻ്റെയും എടുക്കാൻ പോകുന്ന വാല്യൂ എന്തായിരിക്കും? എക്സിൻ്റെ വൈൻ്റെയും എടുക്കാൻ പോകുന്ന വാല്യൂ എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. എക്സിൻ്റെ വൈൻ്റെയും നമ്മൾ എന്തോ ഒരു വാല്യൂ എടുത്തു അല്ലേ? 2 ഇക്വേഷനും സെയിം വാല്യൂസ് ആണ് വരിക. അപ്പോൾ എന്താ ഉണ്ടാവുക? നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്നു. ഈ ഇക്വേഷന് വേണ്ടിയിട്ടുള്ള ലൈൻ വരച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നോക്കുക, ഈ ഇക്വേഷൻ സെയിം കാണാൻ അല്ലെങ്കിലും ഈ ഇക്വേഷൻ സെയിം ആണ്. കാരണം എന്താ? കോമൺ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഇതുപോലെ തന്നെയാണ്. സോ ഒരു ഇക്വേഷൻ കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കുക, അത് സെയിം ആണോ അല്ല എന്നുള്ളത്. അതെങ്ങനെ മനസ്സിലാവുക? അത് A1/A2, B1/B2, C1/C2 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3ഉം ഈക്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് എന്തോ കോമൺ എടുത്ത് കളയാനുണ്ട് എന്നുള്ളത്. ഈ 2 ഇക്വേഷൻ്റെയും സെയിം വാല്യൂ ആണ്. സപ്പോസ് ഈ ആദ്യത്തെ ഇക്വേഷൻ വെച്ചിട്ട് ഞാൻ ഗ്രാഫ് ട്രേസ് ചെയ്യാണ്. എക്സ് എടുത്തു, വൈ എടുത്തു, ഇങ്ങനെ 3 പോയിന്റ് എനിക്ക് ഇവിടെ കിട്ടി. ഇങ്ങനെയൊക്കെ 3 പോയിന്റ് കിട്ടി. ഇവിടെ 3 പോയിന്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കമ്മിയാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് വെച്ചിട്ട് ഞാൻ XYZ കണ്ടുപിടിക്കുകയാണെങ്കിലും എനിക്ക് ഈ ലൈനിൽ എവിടെയുള്ള പോയിന്റ്സ് തന്നെയാണ് കിട്ടുക. ഓക്കെ, സോ അതുകൊണ്ട് ആദ്യം നമ്മൾ കോമൺ എടുത്ത് കളിയായിരിക്കും നല്ലത്. സോ രണ്ടാമത്തെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ട്രേസ് ചെയ്യുകയാണെങ്കിലും എന്ത് കിട്ടും? നമുക്ക് സെയിം ലൈൻ തന്നെ കിട്ടുക. അപ്പോൾ എന്തായി? ഒന്നിൻ്റെ മുകളിൽ ഒന്ന് കോയിൻസൈഡ് ചെയ്ത് കിടക്കുകയാണ്, ഒന്നിൻ്റെ മുകളിലാണ് മറ്റേത്. അപ്പോൾ എന്താണ്? ഓവർലാപ്പിംഗ് സിറ്റുവേഷൻ ആണെങ്കിൽ എന്താ വിളിക്കുക അതിനെ? ഓവർലാപ്പിംഗ് സിറ്റുവേഷൻ ആണെങ്കിൽ എന്താ അതിനെ വിളിക്കുക? കോയിൻസിഡൻറ്റ് ലൈൻ അല്ലേ? കോയിൻസിഡൻറ്റ് ലൈൻ ആണത്. ഒന്നിൻ്റെ മുകളിൽ ഒന്നാണ് കിടക്കുന്നത്. അത് എപ്പോഴാണ് വരിക?
മൂന്നും ഈക്വൽ ആണെങ്കിൽ കോയിൻസിഡൻ്റ് ആയിരിക്കും. ഇൻഫൈനൈറ്റ് മെനി സൊല്യൂഷൻ, എന്തുകൊണ്ടാണ് ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ വരുന്നത്? ഇൻഫൈനൈറ്റ് മെനി സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണമേ ഇല്ല, ഇഷ്ടം പോലെ സൊല്യൂഷൻസ് ഉണ്ട്. അത് എന്തുകൊണ്ടാണ്? ഈ ലൈൻ നിങ്ങൾ ഈ ഗ്രാഫിൽ കാണുന്ന ഇത്ര മാത്രമല്ല കേട്ടോ, ഇത് എന്തുകൊണ്ടാണ് ഇത്ര നമുക്ക് ഇത്രേ വരയ്ക്കാൻ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ നമുക്ക് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാമല്ലോ, വൈനെ എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാമല്ലോ. സോ എന്താ, അതുപോലെ ഇതിങ്ങനെ മൈനസിലേക്ക് കടക്കും. ഇത് ഇങ്ങോട്ട് മൈനസ് നമ്മൾ വരച്ചിട്ടില്ല. സോ ഈ ലൈൻ ഒരിക്കലും നിൽക്കാൻ പോകണില്ല, എത്ര വേണമെങ്കിലും പോവും അല്ലേ. നമ്മൾ നമ്മുടെ പേപ്പറിനെയും ബോർഡിനെയും അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടേ വരയ്ക്കുന്നുള്ളൂ. എങ്കിലും നമുക്ക് വലിയ വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ ലൈന് വരും അല്ലേ. പക്ഷേ രണ്ട് ലൈനും സെയിം ആണ്, ഒന്നിൻ്റെ മുകളിൽ ഒന്ന് തന്നെ ആയിരിക്കും എപ്പോഴും. അതുകൊണ്ട് എന്താ, ഇതിൻ്റെ ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. കാരണം എന്താ, എവിടെയാണോ രണ്ട് ലൈൻ കൂട്ടിമുട്ടുന്നേ അവിടെ സൊല്യൂഷൻ ഉണ്ടായിരിക്കും അല്ലേ. ഇത് ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ എല്ലാ പോയിന്റ്സിലും എന്താ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും, എല്ലാ പോയിന്റ്സിലും സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ പറയണത് ഇൻഫൈനൈറ്റ് മെനി സൊല്യൂഷൻ. അതിനെ എണ്ണാനൊന്നും പറ്റില്ല, ഇഷ്ടംപോലെ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. സോ കോയിൻസിഡന്റ് ലൈൻ ആണ്, ഇൻഫൈനൈറ്റ് മെനി സൊല്യൂഷൻസ് ആണ്. എപ്പോഴാണ് ഇത് മൂന്നും ഈക്വൽ ആണെങ്കിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്, കൺസിസ്റ്റന്റ് ആണ്. കൺസിസ്റ്റന്റ് പെയർ ഓഫ് ഇക്വേഷൻസ് ആണ്. കൺസിസ്റ്റന്റ് എന്തുകൊണ്ടാണ്? ആൻസർ നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആണ്, കിട്ടുന്നില്ലെങ്കിൽ കൺസിസ്റ്റന്റ് അല്ല. മനസ്സിലായോ? ഇതിനെന്താ, ഇൻഫൈനൈറ്റ് മെനി സൊല്യൂഷൻ ആണെങ്കിലും സൊല്യൂഷൻസ് ഉണ്ട്. ഡൺ. അപ്പോൾ ഇതായി. ഇനി മൂന്നാമത്തെ ഒരു കേസ് ഉണ്ട്, പാരലൽ ലൈനിൻ്റെ. രണ്ട് ലൈൻ പാരലലായി കിട്ടും. അത് നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലായി. പാരലൽ ലൈനിൻ്റെ ആ അർത്ഥം എന്താ, രണ്ട് പാരലായി പോകുന്ന ലൈൻ മീൻസ് ഒരിക്കലും കൂട്ടിമുട്ടാത്ത ലൈനാണ്. നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും, ഒരു ഗ്രാഫിൽ രണ്ട് കൂട്ടിമുട്ടാത്ത ലൈൻ പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂട്ടിമുട്ടുകയാണെങ്കിലാണ് അവിടെ സൊല്യൂഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ പാരലൽ ലൈൻ ആണെങ്കിൽ എന്താ ഉണ്ടായിരിക്കും, അവിടെ നോ സൊല്യൂഷൻ ആയിരിക്കും. പാരലൽ ലൈൻ ആണെങ്കിൽ നോ സൊല്യൂഷൻ ആയിരിക്കും. പിന്നെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കൺസിസ്റ്റന്റ് എന്നുള്ള ഇല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് എന്നുള്ള വാക്ക് വിളിക്കാൻ പറ്റില്ല. സൊല്യൂഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്താ ഇതിനെ വിളിക്കുക, ഇൻകൺസിസ്റ്റൻ്റാണ് വിളിക്കുക. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. എന്താണ് എക്സ് പ്ലസ് 2y മൈനസ് 4, എക്സ് പ്ലസ് 2y ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കോയിൻസിഡന്റ് ലൈൻ ചെയ്യുമ്പോൾ നമ്മൾ സൊല്യൂഷൻ സോൾവ് ചെയ്തില്ലേ. അപ്പോൾ നേരത്തെ ക്വസ്റ്റനിൽ 2x + 3y = 9, മറ്റതും 2x + 3y = 9. ഇത് ക്യാൻസലായിപ്പോയി, അടിയിലൊന്നുമില്ല. ഇതിൻ്റെ അർത്ഥം ഇതിന് സൊല്യൂഷൻ ഇല്ല എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇഷ്ടം പോലെ സൊല്യൂഷൻ ഉണ്ട്. ഇതിന് ഒരു സൊല്യൂഷൻ മാത്രമല്ല, കുറേ സൊല്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാട്ടോ ഇത് കിട്ടാത്ത, അല്ലാതെ ഇത് സൊല്യൂഷൻ ഇല്ലാണ്ട് ഇരിക്കുന്നില്ല. ഓക്കെ, ഇതിന് ഇഷ്ടം പോലെ സൊല്യൂഷൻ ഉണ്ടെന്നുള്ളതാ. അതുപോലെ x + 2y - 4 അല്ലെങ്കിൽ =4. അടുത്ത ഇക്വേഷൻ ആണ് 2x + 4y = 12. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഞാൻ പറഞ്ഞിട്ടുണ്ട് കോഫിഷ്യന്റ് സെയിം ആക്കണം. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറും? ഇവിടെയും 2 ആവും അല്ലെ. ഈ ക്വസ്റ്റനിൽ വെറും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതെന്തായി മാറും? 2x ആയി മാറും. അപ്പോൾ ഇത് നമുക്ക് ക്യാൻസൽ ആക്കാൻ പറ്റും. ചെയ്ത് നോക്കാം. ഇതെന്തായി മാറും? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2x + 4y = 8. 2 ഇതിൽ മാത്രമല്ല ഇതിനും ചെയ്യണം, അതുകൊണ്ടാണ് ഇങ്ങനെ. ഓക്കെ, ഇതേ ഇക്വേഷൻ ആണ്. ഇതേ ഇക്വേഷനിൽ ഒന്നും മാറ്റം വരുത്തണ്ട, അതേപോലെ എഴുതിയാൽ മതി. എന്ത് വന്നു? 12. നോക്കുക, മൈനസ് ഇത് ക്യാൻസലായിപ്പോയി, ഇത് ക്യാൻസലായിപ്പോയി അല്ലേ. പക്ഷെ ഇവിടെ ഒരു സാധനം വരുന്നുണ്ട് നിങ്ങൾക്ക്, 8 - 12 - 4. ഇതും ക്യാൻസലായിപ്പോയി. എന്നാലും എന്താണ്, ഒരു സൊല്യൂഷൻ കിടക്കണ്ട. അങ്ങനത്തെ ഒരു സിസ്റ്റം ആണെങ്കിൽ നമ്മൾ അതിനെന്താ വിളിക്കുക? നോ സൊല്യൂഷനാണ് വിളിക്കുക. മറ്റേതെന്താ, കോയിൻസിഡന്റ് ലൈനിൽ എന്താണ്, ഇതും ഉണ്ടായിരുന്നില്ല, ഈ സാധനവും ക്യാൻസലായി പോയായിരുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, a1/a2 ചെക്ക് ചെയ്യാം. a1/a2 എത്ര? a1 എന്താ 1 ആണ്, a2 എത്ര? 2 ആണ്. b1/b2 നോക്കുക, 2 ആണ്. b2 എത്ര? 4 ആണ്. ഇതും 1/2 ആയി. c1/c2 നോക്കുക,
ഇത് എത്ര 4 ആണ്, അടിയിൽ എത്ര 12 ആണ് അല്ലേ? ഇല്ലെങ്കിൽ ഈ 4നെ ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ C1 എന്താ -4 ആണ്, C2 12 ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ -12, മൈനസ് മൈനസ് ക്യാൻസൽ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1/3 അല്ല, ഇത് ക്യാൻസൽ ചെയ്താൽ 1/3 ആണ് വരിക. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? A1/A2 ഈക്വൽ ടു B1/B2 അല്ലേ? കാരണം ഇത് രണ്ടും ഈക്വൽ ആണ്. ഈക്വൽ ആയതുകൊണ്ടാണ് നമ്മൾ മൂന്നാമത് കണ്ടുപിടിച്ചത്. എന്താ? നോട്ട് ഈക്വൽ ടു C1/C2. ഇത് രണ്ടും ഈക്വൽ ആണ്, പക്ഷെ ഇത് ഈക്വൽ അല്ല. ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ എന്താ ഉണ്ടാവുക? ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ ഗ്രാഫ് വരച്ചുവെങ്കിൽ നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോഴാണ് നിങ്ങൾക്ക് വിശ്വാസം വരുള്ളൂ എങ്കിൽ. x plus 2y is equal to 4. xy ചെയ്ത് നോക്കുക. എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ, എക്സിൻ്റെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം 0 ആയില്ല, 2 ഇങ്ങോട്ട് പോയി ഡിവൈഡ് ആയി വൈൻ്റെ വാല്യൂ എന്ത് കിട്ടും? 2 കിട്ടും. ഇനി വൈൻ്റെ വാല്യൂ 0 കൊടുത്തല്ലോ, വൈൻ്റെ വാല്യൂ 0 കൊടുത്തത് മൊത്തത്തിൽ 0 ആയി. എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 4. വൈൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 4. ഇനി വൈൻ്റെ വാല്യൂ 1 കൊടുത്തു നോക്കിയാലോ. വൈൻ്റെ വാല്യൂ 1 ആയി കഴിഞ്ഞാൽ എന്തായി? 2 × 1 2. ഈ 2 ഇങ്ങോട്ട് മൈനസിൽ പോവും. അപ്പോൾ 4 - 2 എന്ത് കിട്ടും? 2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായി? 2 ആയി. ഡൺ. ഇനി അടുത്ത ഇക്വേഷൻ എഴുതുക. 2x + 2y - 12. 2x + 2y is equal to 12. 2x + 4y is equal to 12. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കുക. കോമൺ എടുത്ത് പോവാനുണ്ടെങ്കിൽ കോമൺ എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇതിൽ കോമൺ എടുത്ത് പോകാൻ പറ്റും. ഇത് എല്ലാം എന്താ? 2 വെച്ചിട്ട് ഡിവൈഡ് ആവുന്നുണ്ട്. 2 വെച്ച് ഡിവൈഡ് ആക്കി കഴിഞ്ഞത് എന്തായി? x + 2y is equal to 6 അല്ലേ? ഇവിടെ 4 ആണ്, ഇവിടെ 6 ആണ്. അങ്ങനത്തെ ചെറിയ രണ്ട് മാറ്റം. സോ ഇതിനനുസരിച്ചിട്ടുള്ള x y വാല്യൂസ് കണ്ടുപിടിക്കുക. എക്സിൻ്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ ഈ 2 ഇങ്ങോട്ട് പോയി ഡിവൈഡ് ആവും. വൈൻ്റെ വാല്യൂ എന്ത് കിട്ടും? 3 കിട്ടും. വൈൻ്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 6 കിട്ടും. ഇനി വൈൻ്റെ വാല്യൂ 1 ആയി കഴിഞ്ഞാൽ, വൈൻ്റെ വാല്യൂ 1 കൊടുത്താൽ ഈ 2 അങ്ങോട്ട് പോയി മൈനസ് ആയി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 4 കിട്ടി. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് വാല്യൂസ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രാഫ് വരയ്ക്കുന്നു. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നോക്കി നോക്കുക. എക്സിൽ മാക്സിമം പോണത് 6 വരെയാണ്, വൈയിൽ മാക്സിമം പോണത് 3 വരെയാണ്. സോ അതിനനുസരിച്ചിട്ട് വരയ്ക്കുക. One, 2, 3, 4, 5. ഇവിടെ 6 വരും. 1, 2, 3, 4. ഓക്കെ. ഇനി ട്രേസ് ചെയ്യുക. 0 ആണെങ്കിൽ 2, എക്സ് 0 ആണെങ്കിൽ y 2. അപ്പോൾ ഇത് 0 ആണല്ലോ, 0 ആണെങ്കിൽ ഇവിടെ 2 ഒരു ലൈൻ. എക്സിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ y 0. എക്സിൻ്റെ വാല്യൂ 4 ആയി, y 0 മുകളിലേക്ക് പോകണില്ല കാരണം 0 ആണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ y 1. എക്സിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ y 1. അപ്പോൾ ഒരു ലൈൻ ഇങ്ങനെ കിട്ടി. ഏതാണത് ഇക്വേഷൻ? x + 2y is equal to 4. ഇനി അടുത്തത് വരയ്ക്കുക. എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ 3. എക്സിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ 0 എന്ന് തുടങ്ങി 0 പോണില്ല, എക്സിൻ്റെ വാല്യൂ ഇല്ല. വൈൻ്റെ വാല്യൂ 3. എക്സിൻ്റെ വാല്യൂ 6 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ 0. എക്സിൻ്റെ വാല്യൂ 6 ആണ്, എക്സിൻ്റെ വാല്യൂ 6 എത്തി, വൈൻ്റെ വാല്യൂ 0 പോണില്ല. അപ്പോൾ ഇതന്നെ. എക്സിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ 1. അപ്പോൾ ഇവിടെ ഓക്കെ. അപ്പോൾ ഇതെന്തായി?
ഇങ്ങനെ പോകുന്നു. ഈ രണ്ട് ലൈൻ എന്താ കാണുമ്പോൾ വല്ലാണ്ട് തോന്നുന്നില്ലെങ്കിൽ ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ എന്താ? ഇക്വേഷൻ നമ്മൾ ആ ഒറിജിനൽ ഇക്വേഷനായിട്ട് എഴുതുക. നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് കോമൺ എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിലും ഒറിജിനൽ ഇക്വേഷനാണ് എഴുതേണ്ടത്. അങ്ങനെ രണ്ട് ഇക്വേഷൻ. ഈ രണ്ട് ലൈൻ ഒരിക്കലും കൂട്ടിമുട്ടില്ല, ഇങ്ങനെ പോവേ ഉള്ളൂ. റെയിൽവേ ട്രാക്ക് പോലെ ഒരിക്കലും കൂട്ടിമുട്ടില്ലല്ലോ, ഇങ്ങനെ പോവേ ഉള്ളൂ. സോ അങ്ങനത്തെ കണ്ടീഷൻ എപ്പോഴാണ് ഉണ്ടാവുക? നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു a1/a2 ഈക്വൽ ടു v1/v2 നോട്ട് ഈക്വൽ ടു c1/c2 ആണെങ്കിൽ ഇതിനെന്താ ഉണ്ടാവുക? കൂട്ടിമുട്ടിയാൽ മാത്രമേ സോൾയൂഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കേസിന് എന്താ ഉണ്ടാവുക? നോ സോൾയൂഷൻ. ലൈൻ ഏത് ലൈനാണ് ഉണ്ടാവുക? ഇത് രണ്ടും പാരലൽ ലൈൻ അല്ലേ? പാരലൽ ലൈൻ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സോൾയൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൺസിസ്റ്റന്റ് ആവുള്ളൂ, ഇല്ലാത്തതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻകൺസിസ്റ്റന്റ്. അങ്ങനെ ഈ 3 പോയിന്റ്. ഓക്കെ, അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഗ്രാഫിക്കലി ഇത്രയേ ഉള്ളൂ. ഗ്രാഫിക്കലി വാല്യൂ കണ്ടുപിടിക്കാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ, ഓക്കെ, ഇത് ഞാൻ മായ്ക്കുകയാണ്, നോട്ട് ചെയ്യാം. ഗ്രാഫിക്കലി നിങ്ങളോട് വാല്യൂ കണ്ടുപിടിക്കാൻ പറയാണ്, അല്ലെങ്കിൽ വിച്ച് ടൈപ്പ് ഓഫ് ഗ്രാഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തും സംഭവിക്കാം. ചിലപ്പോൾ എന്താ ഒരു ആൻസർ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ എന്താ കോയിൻസിഡൻറ്റ് ലൈൻ ആയിരിക്കും, ഇൻഫൈനൈറ്റ് മെനി സൊല്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നോ സൊല്യൂഷൻ ആയിരിക്കും. ഫൈൻഡ് ദ നേച്ചർ ഓഫ് ദ ഗ്രാഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ബൈ ഗ്രാഫിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ട് ഇക്വേഷൻ്റെ a1/a2 b1/b2 കണ്ടുപിടിക്കുക. അത് രണ്ടും ഈക്വൽ അല്ലെങ്കിൽ, അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു അല്ലെങ്കിൽ, ഇത് രണ്ടും ഈക്വൽ ടു അല്ലെങ്കിൽ മൂന്നാമത്തെ c1/c2 കണ്ടുപിടിക്കാൻ പോകേണ്ട ആവശ്യമേ ഇല്ല. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്തായിരിക്കും? എവിടെയെങ്കിലും വെച്ച് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും. എവിടെയെങ്കിലും വെച്ച് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് എവിടെയാണോ അവിടുന്ന് എക്സിലേക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ഒരു ലൈൻ ഇടുക, അതുപോലെ വൈയിലേക്കും ഒരു ലൈൻ ഇടുക. ഇവിടെ എക്സ് എന്താണോ കിട്ടിയത്, ലൈറ്റ് എക്സ് 6 ആണ് കിട്ടിയെങ്കിൽ എക്സിൻ്റെ വാല്യൂ 6 ആയി. വൈ ഇവിടെ 2 ആണ് കിട്ടിയെങ്കിൽ വൈൻ്റെ വാല്യൂ എന്തായി? 2 ആയി. സിമ്പിൾ. സോ എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ആദ്യം ഇത് ചെക്ക് ചെയ്യുക. ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. സോ ഗ്രാഫിക്കലി പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക. സോ ഇന്നലെ നമ്മൾ അൽജബ്രിക്കലി ചെയ്തു, ഇന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അൽജബ്രിക്കലി ചെയ്തു, ഇന്ന് നമ്മൾ ഗ്രാഫിക്കലി ചെയ്തു. ഇനി എന്താ, അടുത്ത ക്ലാസ്സിൽ നമുക്കിത് രണ്ടും മിക്സ് ആക്കിയിട്ട് കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം, കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ബാക്കി ഗ്രാഫിക്കലി എന്താണെന്നുള്ളത് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പർ അറിയുന്നതായിരിക്കും, അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക. ഓക്കെ, ടിൽ ദെൻ ബൈ.